بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. ഉംദത്തുൽ അഹ്കാം മിൻ കലാമി ഖൈറിൽ അനാം എന്ന ഹദീസ് കിതാബിൻ്റെ മൂന്നാമത്തെ ഹദീസിലാണ് നമ്മളുള്ളത്. വഅൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് വഅബി ഹുറൈറ വആയിഷത റളിയല്ലാഹു അൻഹും ഖാലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 65 വഫാത്തായ സഹാബിയാണ്. ഫുസ്താത്തിലാണ് വഫാത്താകുന്നത്. ഫുസ്താത്ത് ഇറാഖിൽ 700ഓളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ 59 വഫാത്തായ സഹാബിയാണ്. എത്ര ഹദീസ് ഉദ്ധരിച്ച്? ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 58 വഫാത്തായ സഹാബി വനിത. എത്ര ഹദീസ് ഉദ്ധരിച്ചു? 2210. ഖാലു, ആ മൂന്ന് സഹാബാക്കളും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇവർ മൂന്നാൾക്കാരും വ്യത്യസ്തമായ സനദിലൂടെ ഉദ്ധരിച്ചാൽ ആ ഹദീസ് എന്തായി? മഷ്ഹൂർ. മൂന്നാൾക്കാരും വ്യത്യസ്തമായ സനദിലൂടെ ഉദ്ധരിച്ച ഹദീസ് മഷ്ഹൂറായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ. ചെറിയൊരു ഹദീസാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന മൂന്ന് സഹാബാക്കളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അധികമായ ഹദീസ് ഉദ്ധരിച്ച സഹാബാക്കളിൽപ്പെട്ട ആൾക്കാരാണ്. ഹദീസിൻ്റെ അർത്ഥം വൈലുൻ, നാശം. അതൊരു കലിമത്തു വഈദ്, ഒരു താക്കീദിൻ്റെ വാക്കാണ്. വൈലുൻ ലിൽ അഅഖാബി. അഖിബുൻ ജമ്മ അഅഖാബ്. അഖിബ് എന്നുള്ളത് കാലിൻ്റെ അവസാന ഭാഗം, കാൽപാദത്തിൻ്റെ അവസാന ഭാഗം, മടമ്പ് എന്ന് പറയും. ഖദമോ, കാൽപാദത്തിന് ഖദമ് എന്ന് പറയും. ഇപ്പം നടക്കുമ്പം ആദ്യം ഖദമ വരിക, അതാണ് മുൻഭാഗം ഖദം. അഖിബ് പിറകു വശം, ബേക്ക് ഭാഗം, അതാണ് അഖിബ് എന്ന് പേര് വരാൻ കാരണം. അപ്പം ലിൽ അഅഖാബി, മടമ്പും കാലുകൾക്ക് നാശം. മിനന്നാരി, നരകത്തിൽ നിന്നും. അപ്പം നരകം, ആ മടമ്പും കാലുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്നും താക്കീത് നൽകുകയാണ്. ആ ഹദീസ് പറയാനുള്ളൊരു സന്ദർഭം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു യാത്രയിലായിരിക്കെ അസ്ർ നിസ്കാരത്തിൻ്റെ അവസാന സമയമായി. അപ്പോൾ സഹാബാക്കളൊക്കെ പെട്ടെന്ന് വുളൂ ചെയ്തു. അപ്പം പെട്ടെന്ന് ധൃതിയിൽ വുളൂ ചെയ്യുന്ന സമയം ചില സഹാബാക്കൾ കാല് കഴുകുന്നതിൻ്റെ പകരം കാല് തടവി. വുളൂയിൽ ഖുഫയില്ല. ചില സഹാബാക്കൾ കാല് പൂർണ്ണമായിട്ടും കഴുകിയിട്ടില്ല. ഇത് നിരീക്ഷിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രാ സംഘത്തിൽ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ. പൂർണ്ണമായും കഴുകാത്ത മടമ്പും കാലുകൾക്ക് നരകത്തിൻ്റെ താക്കീത് നൽകുന്നു എന്നാണ് അർത്ഥം. ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഹ്മദിൻ്റെ റിവായത്തിൽ വൈലുൻ ലിൽ അഅഖാബി വബുതൂനിൽ അഖ്ദാമി മിനൻ നാർ, രണ്ട് ഭാഗങ്ങൾ റസൂൽ പറയുന്നുണ്ട്.
ബുഖാരിൻ്റെ റിവായത്തിൽ അഖാബ് മടമ്പുംകാല്. വ ബുത്തൂനിൽ അഖ്ദാം, ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ബത്തുനും ജമ്മ് ബുത്തൂൻ, ഒരു കാര്യത്തിൻ്റെ ഉൾഭാഗം അഥവാ നമ്മുടെ കൈയിൻ്റെ ബത്തിന് ഏതാ? കൈപ്പള്ള എന്ന് പറയും. കാലിൻ്റെ ബത്തിന് കാലിൻ്റെ അടിഭാഗം, ഉൾഭാഗം. അപ്പം ഈ രണ്ട് ഭാഗങ്ങൾ, മടമ്പ്, കാലിൻ്റെ അടിഭാഗം, ഇത് മുഴുവനായും കഴുകാത്ത, അപ്പം ആ ഭാഗത്തിന് എന്തുണ്ട്? നാശമുണ്ട്. നരകത്തെ തൊട്ട് റസൂല് താക്കീത് നൽകുകയാണ്. ഈ വൈലുൻ എന്ന പദം അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. രണ്ടർത്ഥങ്ങളാണ് പ്രധാനമായിട്ടും പറയുക. ഒന്ന്, അത് വാദി ജഹന്നം, നരകത്തിലുള്ളൊരു താഴ്വരയാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് കലിമത്ത് വഈദ്, അതൊരു താക്കീദിൻ്റെ വാക്കാണ്. പണ്ഡിതന്മാർ റാജിഹാക്കുന്നത് രണ്ടാമത്തെ അഭിപ്രായത്തെയാണ്. അതെന്താണ്? ഒരു കലിമത്ത് വഈദാണ്, നരകത്തിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരല്ല എന്നുള്ളതിനെയാണ് റാജിഹാക്കുന്നത്. ഇനി ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ, ഫവായിദുകൾ. ഒന്ന്, വുളൂഇൽ കഴുകേണ്ട അവയവങ്ങൾ പൂർണ്ണമായിട്ടും കഴുകൽ വാജിബാണ്. അതിൽ ചെറിയൊരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും എന്താണ്? വുളു സഹിഹാവുകയില്ല. അപ്പം വുളുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും കഴുകൽ ഷർത്തുൻ ലിസിഹത്തിൽ വുളൂഇ. കഴുകേണ്ട അവയവങ്ങൾ. തടവേണ്ട അവയവങ്ങളോ? അതും പൂർണ്ണമായും തടവിയിട്ടില്ലെങ്കിൽ വുളു സഹിഹാവുകയില്ല. അപ്പം വുളുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും കഴുകൽ വുളു സഹിഹാണ്ട ഷർത്താണെങ്കിൽ വുളു ചെയ്യുന്ന സമയത്ത് വുളുവിൻ്റെ അവയവങ്ങളിൽ എന്തുണ്ടാകാൻ പാടില്ല? വുളുവിൻ്റെ വെള്ളം എത്തുന്നതിനെ തടയുന്നൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അത് നീക്കണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ വുളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം എത്തുന്നതിനെ തടയുന്ന കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് വാജിബാവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ കാര്യമൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ ചില ആൾക്കാർക്ക് റുഖ്സ നൽകി. കാരണം സ്ഥിരമായിട്ട് ആ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ചെറുതായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ അവർക്ക് പ്രയാസമായിട്ട് വരും. ഇപ്പം പെയിൻറ്റിൻ്റെ ജോലിക്കാർ, പെയിൻറ്റ് പണിക്കാർ, അവരെത്ര വൃത്തിയാക്കിയാലും അവർ കാണാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് എന്തെങ്കിലും ബാക്കിയാവും. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ബാക്കിയായാൽ, അതുപോലെ തന്നെ ഹോട്ടലിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ഈ അരിമാവ് കുഴക്കില്ലേ, ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന ആൾക്കാർ, അവരുടെ ശരീരത്തിൽ അവിടെ ഇടയ്ക്കായിട്ട് എന്തുണ്ടാവും? അരിൻ്റെ മാവുണ്ടാവും. അരിൻ്റെ മാവിൻ്റെ പുറകിൽ വെള്ളത്തൂല. അപ്പം അങ്ങനെയുള്ള ജോലിക്കാർ, മശക്കത്തുള്ള ആൾക്കാർ, അവർക്ക് എന്തുണ്ട്? മഅഫൂവുൻ അൻഹാൻ, അത് മാപ്പാക്കപ്പെടുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്. പറയുന്ന അടിസ്ഥാനം എന്താണ്? അൽ മശഖത്തു തജ്ലിബു തൈസീർ, അത് നീക്കൽ അവർക്ക് പ്രയാസമാണ് അല്ലേ. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഒരിക്കലും ദീനിലൊരു കാര്യത്തും കൊണ്ട് അള്ളാഹു നിങ്ങളെ പ്രയാസമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? ചെറിയ ഇളവ് പണ്ഡിതന്മാർ നൽകിയതായി കാണാൻ കഴിയും. രണ്ടാമത്തെ ഫായിദ, വുളൂഇൻ്റെ അവയവങ്ങൾ കഴുകുന്നതിൽ അലംഭാവം കാണിക്കൽ, ഗഫ്ലത്ത് കാണിക്കൽ, അത് പൂർണ്ണമായും കഴുകാതിരിക്കൽ മിൻ കബാഇരി ദുനൂബ്. കാരണം എന്താ? കബാഇറു ദുനൂബ് എണ്ണുന്ന കൂട്ടത്തിൽ കഠിനമായ താക്കീത് നൽകപ്പെട്ട വിഷയം കബാഇറു ദുനൂബായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഇത് ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ഒരു ഹദീത്താണ്. അതുകൊണ്ട് ഹറാമാണ്, അത് കബാഇറു ദുനൂബാണ്. ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതാണ്. അതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, കുല്ലു ദംബിൻ ഫീഹി വഈദുൻ ഫഇന്നഹു മിൻ കബാഇരി ദുനൂബ്. കുല്ലു ദംബിൻ ഫീഹി വഈദുൻ, വഈദുന താക്കീത്. അപ്പം കഠിനമായ ഭാഷയിൽ താക്കീത് നൽകപ്പെട്ട എല്ലാ പാപങ്ങളും മിൻ കബാഇരി ദുനൂബ്, കബാഇറു ദുനൂബാണ്. അടുത്ത ഫായിദ, ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത്
ഇസ്ബാതു വുജൂദിന്നാർ, നരകം ഹഖീഖത്താണ്, നമ്മുടെ വിശ്വാസപരമായ കാര്യമാണ് അല്ലേ. ഗൈബിയായതാണ് അൽ ഈമാനു ബി വുജൂദിന്നാർ, നരകമുണ്ടെന്ന് വിശ്വസിക്കുക. തെളിവായിട്ടുള്ളത് ആയത്ത് ഓതുന്നത് വത്തഖുന്നാർ അല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാദിയായ ഫീലാണ് ഉപയോഗിച്ചത്, ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഒരുക്കപ്പെട്ടതായ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അവിടെ ഉഇദ്ദത്ത് എന്ന ഫീല് മാദിയാണ്, അഥവാ അള്ളാഹു മുൻകൂട്ടി അത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം നരകം എന്താണ്? മൗജൂദാണ്. അതാണ് ആ ഹദീസിൽ നിന്ന് തെളിവായി എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്ത് സൂറത്ത് ഗാഫിറിലെ 46-ാമത്തെ ആയത്ത്, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ്യ. ആർക്ക്? ഫിറഔന്റെ ആൾക്കാർക്ക്. ഫിറഔന്റെ ആൾക്കാർക്കും നരകം രാവിലെയും വൈകുന്നേരം അവർക്ക് പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാളിൽ അവരോട് പറയപ്പെടും അദ്ഖിലൂ ആല ഫിറഔൻ, ഫിറഔനെ നിങ്ങൾ, ഫിറൗന്റെ അത്ബാകളെയും. ഈ ആയത്താണ് ആല് എന്ന പദത്തിന് അത്ബാഗ് എന്ന അർത്ഥം വെക്കാൻ നമുക്ക് തെളിവുള്ളത്. ആലി മുഹമ്മദ് എന്ന അർത്ഥം വെക്കൂല, ആലി മുഹമ്മദ്, ആലു എന്ന് പറഞ്ഞാൽ കുടുംബം എന്നർത്ഥം. അപ്പം ആലിന് അത്ബാഗ് എന്ന അർത്ഥമുണ്ട്. അപ്പം അദ്ഖിലൂ ആല ഫിറഔന ഐ അത്ബാഉ ഫിറഔൻ, പിൻപറ്റിയ ആൾക്കാർ. അപ്പോൾ റസൂൽ നമ്മൾ സ്വലാത്തിൽ ആലിഹി എന്ന് പറയുമല്ലോ, ഐ അത്ബാ, റസൂലിൻ്റെ പിൻപറ്റിയ ആൾക്കാർ. അദ്ഖിലൂ, നിങ്ങൾ പ്രവേശിപ്പിക്കുക, ആല ഫിറഔന, ഫിറഔനെയും ഫിറഔൻ്റെ പട്ടാളക്കാരെയും അവനെ പിൻപറ്റിയ ആൾക്കാരെയും, അശദ്ദൽ അദാബ്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അവർക്ക് നരകം കാണിക്കപ്പെടും. അപ്പം മൗജൂദുണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കാണിക്കപ്പെട്ടത്. ഈ രണ്ടും ആയത്താണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസിൽ നരകം കണ്ടതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്രാ മിഅ്റാജിൻ്റെ ഹദീസിൽ റസൂൽ നരകം കണ്ടു, അതിലത്തെ വ്യത്യസ്തമായ ശിക്ഷകൾ അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടു. അതൊക്കെ എന്താണ് അറിയിക്കുന്നത്? നരകം ഇപ്പോൾ മൗജൂദാണ് എന്നുള്ളതാണ്. അതിൻ്റെ കീഴിൽ വരുന്നൊരു മസ്അല, പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ളൊരു മസ്അലയാണ്. നരകം നശിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കാലാകാലം നരകം ബാക്കിയാകുമോ, അതിനൊരു നാശമുണ്ടോ, ഒരു അവസാനമുണ്ടോ എന്നുള്ളത്. ഖുർആൻ്റെ ആയാത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നരകം അവസാനമില്ല, അതിന് ഫനാ ഇല്ല, അത് കാലാകാലം ഉണ്ടാകുന്നതാണ്. കാരണം അല്ലാഹു പറയാണ്, ഇന്നല്ലദീന കഫറു വദലമു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും ത്വരീഖ ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹ. അല്ലേ? ജഹന്നമ ഖാലിദീന ഫീഹ. കാഫിറുകൾ ആരാണ്? നരകത്തിൽ ഖാലിദും മുഖല്ലദും ഫിന്നാറാണ്. അപ്പോൾ അവിടുത്തെ നിവാസികൾ, നരക നിവാസികളും ഖാലിദാണെങ്കിൽ ആ നരകം എന്തായിരിക്കും? ഖാലിദായിരിക്കും. രണ്ടാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ ഖാലിദീന ഫീഹ അബദ. അവർ എന്നെന്നും അതിൽ ശാശ്വതരായിരിക്കും. അപ്പോൾ ഈ ഖാലിദ് എന്താണ്? അവിടുത്തെ ആൾക്കാരാണ്. അപ്പം നരകം എന്തായിരിക്കും? ഖാലിദായിരിക്കും. മൂന്നാമത്തെ ആയത്ത്, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹ അബദ. ഈ മൂന്നായത്തിലും അല്ലാഹു സരീഹായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു ഖാലിദീന ഫീഹ. അപ്പം അതിനെന്തും കിട്ടി? നരകവാസികൾ നരകത്തിൽ ഖാലിദായിരിക്കും. അതിപ്പോൾ എന്തും കിട്ടും? നരകവും ഖാലിദാണ് എന്ന് കിട്ടും. അടുത്ത ഫായിദ, അന്നൽ അദാബ ഖദ് യകൂനു അലാ ബഅദിൽ ജിസ്മി ഫഖത്ത്. നാളെ ആഖിറത്തിൽ ശിക്ഷ നമ്മുടെ ചില ശരീരഭാഗങ്ങൾക്ക് പ്രത്യേകമായി ശിക്ഷകളുണ്ടാവും. കാരണം ഇവിടെ ലിൽ അഖാബ് എന്ന റസൂൽ പറഞ്ഞത്, മടമ്പും കാലുകൾ. ചില ആൾക്കാർ അതിനെ തഫ്സീറാക്കിയത് അസ്ഹാബു ഹാദിഹിൽ അഖാബ് എന്ന് തഫ്സീറാക്കി. പക്ഷെ ആ തഫ്സീർ എന്താണ്? തെറ്റാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടമ്പും കാലം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ കാലിനാണ് ശിക്ഷ ഉണ്ടാവുക. വുളൂയിൽ പൂർണ്ണമായും കാല് കഴുകാത്ത ആൾക്കാർക്ക് കാലിനാണ്, മടമ്പിനാണ് ശിക്ഷ ഉണ്ടാവുക. ഏതുപോലെ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? ആ ഭാഗത്തിനാണ് ശിക്ഷ ഉണ്ടാവുക. അതെന്തല്ല, ആ വ്യക്തിക്കുള്ള ശിക്ഷ അല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. ആ ഭാഗം നരകത്തിലാണ്. അപ്പം ശിക്ഷ എന്താണ്?
ഓരോ ഭാഗങ്ങൾക്ക് പ്രത്യേകമായ ശിക്ഷ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇത് റസൂൽ പറഞ്ഞു, 3 വിഭാഗം ആൾക്കാർ അള്ളാഹു സംസാരിക്കൂല, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല, അള്ളാഹു അവരെ പരിശുദ്ധപ്പെടുത്തൂല. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഖാബു വഖസിറു, നഷ്ടവാളികൾ. ആരാണ് റസൂല്? അപ്പോൾ റസൂൽ എന്താ പറഞ്ഞ? 1 അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ. 2 അൽ മന്നാൻ, ചെയ്തെടുത്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്നവൻ. 3 അൽ മുൻഫിഖു സിലഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത് കച്ചവട വസ്തുക്കൾ വിൽക്കുന്നവൻ. ഈ 3 വിഭാഗക്കാരാണ്. നമ്മുടെ വജുൽ ഇസ്തിഷ്ഹാദ് ആദ്യത്തെ ഭാഗമാണ്. അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ, നാളെ നരകത്തിൽ ആ ഭാഗം ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഈ 2 ഹദീസ് നമുക്ക് എന്ത് മനസ്സിലാവും? നരകത്തിൽ ഓരോ ഭാഗങ്ങൾക്ക് പ്രത്യേക ശിക്ഷയുണ്ടാവും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നമ്മുടെ ഒരു ഭാഗം ശിക്ഷിക്കപ്പെടുമ്പോൾ ആ വേദന ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾക്കുണ്ടാവുമല്ലോ. ഏതുപോലെ? റസൂൽ പറഞ്ഞില്ല, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദ്. മുഅ്മിനീങ്ങൾ പരസ്പരം അവരുടെ പരസ്പര സ്നേഹം, അനുകമ്പ എന്തുപോലെയാണ്? കമസലിൽ ജസദ്, ഒറ്റ ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. അതിലൊരു അവയവത്തിന്, നമ്മുടെ ശരീരത്തിൽ ഒരവയവത്തിന് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ ശരീരം മുഴുവൻ അതിനോട് കൂറ് കാണിക്കും. രാത്രി ഉറക്കമൊഴിച്ചും അതുപോലെ തന്നെ വേദന സഹിച്ചും ശരീരം മുഴുവൻ പനി ബാധിച്ചു, മറ്റുള്ള രോഗം ബാധിച്ച് പനി ബാധിച്ച് ശരീരം മുഴുവൻ അതിനോട് കൂറ് കാണിക്കും. അപ്പം അതേപോലെ തന്നെ നരകത്തിൽ നമ്മുടെ ഒരു ശരീരഭാഗം ശിക്ഷിക്കപ്പെടുമ്പോൾ മറ്റുള്ള ശരീരഭാഗങ്ങളും വേദനിക്കുമല്ലോ. അപ്പം എന്താണ്? അത് മൊത്തം ശിക്ഷിക്കുന്നതിന് തുല്യമല്ലേ? പക്ഷെ അതൊരിക്കലും തുല്യമാവില്ല. നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗത്ത് മുറിവ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു, അപ്പം ആ ഭാഗത്തുള്ള വേദന പോലെ ആയിരിക്കൂല ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗത്തുള്ള വേദന. 2 വ്യത്യാസമുണ്ടോ? അതിനോട് കൂറ് കാണിക്കും. അതേപോലെ വേദനിച്ചിട്ടാണോ? അല്ല, ചെറിയ രീതിയിലെ വേദനയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നരകത്തിലിട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ ആ വേദന ചെറിയതായ രീതിയിൽ മറ്റുള്ള ഭാഗങ്ങൾക്കും ഉണ്ടാകും. പക്ഷെ എന്തല്ല, അത് തുല്യമാകൂല. അടുത്തൊരു ഫായിദ, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടി ആ രീതിയിലാണ്, അല്ലേ? ഒരാളൊരു തെറ്റ് ചെയ്താൽ അതേ രീതിയിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. ഒരാൾ മടമ്പെന്തില്ല, മുഴുവനായും കഴുകിയില്ല വുളൂഇൽ, അതിൻ്റെ ശിക്ഷ ആ മടമ്പുങ്കലിലാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. മറ്റ് ഒരു ഫായിദ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്, ഒരു വാഇൽ, ഒരു ഉപദേശകൻ, അല്ലെങ്കിൽ തിന്മ നിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ സമൂഹത്തിൽ ഉച്ചത്തിൽ സംസാരിക്കണം, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ സംസാരിക്കണം. റഫ്ഉ സൗത്ത് മുസ്തഹബാണ് ആ സമയത്ത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് കൂടിയിരിക്കുന്ന സമയം റസൂൽ ഒച്ചത്തിൽ വിളിച്ച് പറയാണ് ചെയ്തത്. അപ്പം ഒരു വായിൽ, ഒരു ഉപദേശകൻ എന്ത് ചെയ്യണം? എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുക. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പ്രത്യേകം എടുത്തു പറഞ്ഞു, മുക്കബ്ബിറാത്തു സൗത്ത്, മൈക്ക് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം പരിഗണിക്കപ്പെടുന്നതാണ്. ഇതിൽ നസീഹത്തിൽ, ഉപദേശത്തിൽ മൈക്ക് ഉപയോഗിക്കാം. അതെല്ലാം ആ ശബ്ദം എല്ലാവരും കേൾക്കാൻ ഉപകരിക്കും എന്നുള്ളത്. പിന്നെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, നിസ്കാരത്തിൻ്റെ സമയത്ത് ചില പള്ളികളിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സ്പീക്കറുണ്ടല്ലോ പുറത്തേക്കുള്ളത്, അതിൽ നിസ്കാരം പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ്, അവർക്ക് പ്രയാസം ഉണ്ടാക്കലാണ്. അതെന്താ ഉണ്ടാകാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്ദിയന്ന ബഅദുകും ബഅദൻ ഫിൽ ഖിറാഅ. ഒരിക്കൽ റസൂൽ പള്ളിയിലേക്ക് കയറാൻ, അപ്പോൾ എല്ലാവരും ഒച്ചത്തിൽ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞ വാക്കാണ്, ലാ യുഅ്ദിയന്ന ബഅദുകും ബഅദൻ ഫിൽ ഖിറാഅ. നിങ്ങൾ ഖിറാഅത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് പ്രയാസമാക്കാൻ പാടില്ല. ഇദാ ഉൽ മുഅ്മിനീന ഹറാമുൻ, മുഅ്മിനീങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കൽ എന്താണ്? ഹറാമാണ്. അപ്പം ഒച്ചത്തിൽ, നിസ്കാരത്തിൽ ഒച്ചത്തിൽ ഖുർആൻ ഓതിയാൽ അടുത്തുള്ള ആൾക്ക് എന്തെങ്കിലും പ്രയാസമാവും.
അപ്പം അതുപോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. എന്നിട്ട് പറഞ്ഞു ഫഇന്ന കുല്ല മുസല്ലിൻ യുനാജി റബ്ബഹു. ആ നിസ്കരിക്കുന്ന ഓരോരുത്തരും അവൻ തൻ്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ്, സംഭാഷണത്തിലാണ്. അപ്പം എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഈ ഹദീസ് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിലും മുസല്ലയിലാണെങ്കിലും മിതമായ ശബ്ദത്തിലാണ് വായന ഓത്ത് വേണ്ടത്. മറ്റുള്ള സഹപാഠികൾക്ക്, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർക്ക് പ്രയാസമാകുന്ന രീതിയിൽ, ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഈദാ ഉൽ മുഅ്മിനീൻ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ ശബ്ദം ഉയർത്തിയിട്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കൽ ഹറാമാണെങ്കിൽ മറ്റുള്ള ഉപദ്രവം അതിനേക്കാൾ ഫബിൽ ഔല ഹറാം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ എന്ത് ചെയ്യാൻ പാടില്ല? പ്രയാസപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, മൻ ഷാഖ മുസ്ലിമൻ ഷാഖ അല്ലാഹു അലൈഹി വമൻ ളാറ മുസ്ലിമൻ ളാറ അല്ലാഹു അലൈഹി. ഒരാളൊരു മുഅ്മിനെ പ്രയാസപ്പെടുത്തില്ല, ഉപദ്രവിച്ചാൽ പകരം ആര് ഉപദ്രവിക്കും? അള്ളാഹിൻ്റെ ഭാഗത്തുണ്ടാവും. ഒരാളെ പ്രയാസപ്പെടുത്തിയാൽ പകരം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് പ്രയാസം ഓനിക്കുണ്ടാവും. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. സഹപാഠികൾക്ക് പ്രത്യേകിച്ച്, ഇൽമു പഠിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച്, ഹിഫ്ദിൻ്റെ ദർസിലാണെങ്കിലും കിതാബിൻ്റെ ദർസിലാണെങ്കിലും മുസല്ലയിലാണെങ്കിലും അവനവൻ എന്ത് ചെയ്യുക? മിതമായ ശബ്ദത്തിൽ ഓതുക, മിതമായ ശബ്ദത്തിൽ പഠിക്കുക. അടുത്തുള്ള ആൾക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദം ഉയർത്താൻ പാടില്ല എന്നുള്ള അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അടുത്തൊന്നാണ് ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും സഹാബാക്കളെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അത് മുറാഖബത്ത്. നമ്മളൊരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിൽ, ഒരു അമീറാണെങ്കിൽ, ക്ലാസ്സിൽ അമീറാണെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അമീർ ആണെങ്കിൽ, മുസല്ലയിൽ അമീറാണെങ്കിൽ, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ആളെ മുറാഖബത്ത് ഉണ്ടാകണം, നിരീക്ഷിക്കണം. അത് റസൂലിൻ്റെ ഗുണമാണ്. കാരണം സഹാബാക്കൾ ആ ധൃതിയിൽ വുളൂ ചെയ്യുന്ന സമയത്തും റസൂല് സഹാബാക്കളെ ശ്രദ്ധിച്ചു, സഹാബാക്കളുടെ പ്രവർത്തനങ്ങൾ റസൂല് ശ്രദ്ധിച്ചു. അത് തിരുത്താണെങ്കിൽ ആ സമയത്ത് റസൂല് തിരുത്തി കൊടുക്കുകയും ചെയ്തു. ഒരു ഇൻകാർ കണ്ടാൽ, ഒരു മുൻകർ കണ്ടാൽ അത് ആ സമയത്ത് എന്ത് ചെയ്യണം? തിരുത്തി കൊടുക്കണം. അതും നമുക്ക് വലിയൊരു പാഠമാണ് ഈ ഹദീസിൽ. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിരീക്ഷിക്കേണ്ട കാര്യങ്ങൾ നിരീക്ഷിക്കണം, തിരുത്തേണ്ട ആൾ തിരുത്തി കൊടുക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അതൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവൻ്റെ വലിയ ബാധ്യതയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആ യാത്രയിലും സമയമെടുത്തിരിക്കണം. അസ്റിൻ്റെ നിസ്കാരത്തിൻ്റെ സമയം അടുത്തു. അപ്പോഴാണ് സഹാബാക്കൾ ധൃതിയിൽ വുളൂ ചെയ്തത്. ആ സമയത്തും റസൂൽ എന്താ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്? സഹാബാക്കളുടെ പ്രവർത്തനങ്ങളാണ്. എങ്ങനെ വുളൂ ചെയ്യുന്നു, ഏത് രീതിയിൽ കൈകാലുകൾ കഴുകുന്നു, പൂർണ്ണമായിട്ടും കഴുകേണ്ട അവയവങ്ങൾ കഴുകുന്നുണ്ടോ, അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ ഒരു നിരീക്ഷണ ബോധം, മുറാഖബത്ത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വേണമെന്നുള്ളത് ഈ ഹദീസിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ തിരുത്തേണ്ട ചില കാര്യങ്ങൾ ആ സമയത്ത് തിരുത്തണം, അതിനെ പിന്തിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ ഒരു ഇൻകാർ കണ്ടാൽ അത് തിരുത്തേണ്ട സമയത്ത് ആ സമയത്ത് തിരുത്തൽ വാജിബാണ്. അത് പിന്തിക്കാൻ എന്തില്ല? ഹലാലല്ല, ജായിസല്ല, പിന്തിക്കാൻ പാടില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? തിരുത്തി കൊടുക്കണം എന്നുള്ളതും ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ഹദീത്ത് അടുത്ത ആഴ്ച. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.